ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ. മോൾക്ക് തൊണ്ടവേദന കേട്ടോ, ചെറുതായിട്ട്. ഇപ്പോൾ രാവിലെ എണീച്ചപ്പോൾ ഭയങ്കര തൊണ്ടവേദന എന്ന് പറഞ്ഞു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ശരി, ഒന്ന് കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പോവാണ് കേട്ടോ. അപ്പോൾ കണ്ണം ചേച്ചി പിന്നെ വീട്ടിലിവിടെ ഒറ്റയ്ക്ക് ഇരിക്കില്ല. അപ്പോൾ അടുത്തുള്ള ചേച്ചിയുടെ വീട്ടിലാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പിന്നെ അവിടെ നമ്മൾ ചേച്ചിയുടെ വീട്ടിലൊക്കെ കണ്ണം ചേച്ചീനെ ആക്കി. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ബസ് കയറി കേട്ടോ. ബസ് കയറി പാലക്കാടാണ് കേട്ടോ. പാലക്കാട് തങ്കം ഹോസ്പിറ്റലിലേക്കാണ് പോണത്. അപ്പോൾ ബസ് ഇറങ്ങിയിട്ട് പിന്നെ ഓട്ടോയിലും പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഉള്ളിലാണ് ഹോസ്പിറ്റൽ. അപ്പോൾ നമ്മളിതാ ഹോസ്പിറ്റലിലൊക്കെ എത്തി. അപ്പം ENT ഡോക്ടറിനെയാണ് കാണിച്ചത് കേട്ടോ. അപ്പോൾ തൊണ്ടയിൽ ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ട് പറഞ്ഞു കേട്ടോ. എൻഡോസ്കോപ്പി ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ നോക്കില്ലേ, അതൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഒരു റെഡ് കളറുണ്ട് വായിൽ എന്ന് പറഞ്ഞു. പിന്നെ ചെറിയ ഇൻഫെക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മരുന്ന് തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 11:30 നമ്മൾ വീട്ടിൽ നിന്ന് 9:00 ഇറങ്ങി 11:30 ആകുമ്പോഴേക്കും തിരിച്ച് വീട്ടിലും എത്തി കേട്ടോ. പിന്നെ ഇതിപ്പോൾ നമ്മൾ ബസ് കയറാൻ വേണ്ടി ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിന് ശേഷം ഞാൻ വൈകുന്നേരമാണ് വീഡിയോ എടുത്തത്. അതിനുശേഷം വാഴയ്ക്ക ബജ്ജി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ മോളിന്ന് സ്കൂളിലേക്കൊന്നും പോയില്ലല്ലോ. അപ്പോൾ ഉച്ചയ്ക്ക് നന്നായി ഉറങ്ങി എണീച്ചപ്പോൾ മോൾക്ക് ഭയങ്കര വിശപ്പ്. അപ്പോൾ വാഴയ്ക്ക ബജ്ജി ഉണ്ടാക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ കടലമാവ് വാങ്ങിച്ചിട്ട് വന്നു. ഇവിടെ നമ്മുടെ അടുത്ത കടയിൽ നിന്ന് കടലമാവ് വാങ്ങിച്ചിട്ട് വന്നു. അങ്ങനെ വാഴയ്ക്ക ബജ്ജി ഉണ്ടാക്കി കേട്ടോ. 3 വാഴയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മുറിച്ചപ്പോൾ നിറയെ കിട്ടി. നൈസായിട്ടല്ലേ നമ്മൾ മുറിച്ചെടുക്കുക. അങ്ങനെ ഒരു 10-15 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കടലമാവും മുളക് പൊടിയും ഉപ്പും മിക്സ് ചെയ്തിട്ട് മാവ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ബജ്ജി ഉണ്ടാക്കാം കേട്ടോ. വാഴയ്ക്ക ബജ്ജി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. വേഗം ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ് കേട്ടോ. ഈ ഉള്ളി ബജ്ജിയൊക്കെ എന്ന് പറഞ്ഞാൽ ഉള്ളി നിറയെ അരിഞ്ഞെടുക്കുമ്പോഴേക്കും ഒരു വഴിയാവും. ഇതാകുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നൈസായിട്ട് മുറിച്ചിട്ട് മാവിൽ മുക്കിയിടേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അധികം പെട്ടെന്ന് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ വാഴയ്ക്ക ബജ്ജിയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ കുറേ വാഴയ്ക്ക ബജ്ജിയൊക്കെ ഉണ്ടാക്കി. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചായക്കൊക്കെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സാണ് കേട്ടോ. എണ്ണക്കടിയാണ്. പിന്നെ ഞാൻ കട്ടൻ ചായയും വെച്ചു കേട്ടോ. പാല് വരാൻ സമയമാവും. അപ്പോൾ ഞാനൊന്ന് കട്ടൻ ചായ കുടിക്കാൻ വിചാരിച്ചു. ഇതിൻ്റെ കൂടെ കട്ടനും കുടിക്കാനാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ അതാ വാഴയ്ക്ക ബജ്ജി ഇതാ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതാ ഞാൻ കട്ടൻ ചായയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും മോളും കൂടി കട്ടൻ ചായയും പിന്നെ വാഴയ്ക്ക ബജ്ജിയും കൂട്ടി വൈകുന്നേരത്തെ ചായയാണ് കേട്ടത്. പിന്നെ കണ്ണം ചേച്ചി പിന്നെ പാൽ ഒഴിച്ചിട്ട് തന്നെ ചായ കുടിക്കുള്ളൂ കേട്ടോ. കട്ടൻ ചായ അധികം കുടിക്കുകയില്ല. അപ്പോൾ പാല് വന്നിട്ട് വെച്ച് കൊടുക്കാൻ വിചാരിച്ചു. പിന്നെ എനിക്ക് മാത്രമേ കട്ടൻ വെച്ചുള്ളൂ കേട്ടോ. മോൾക്കും വേണ്ട പറഞ്ഞു. അവൾ ബജ്ജി മാത്രം, പിന്നെ ഇഡ്ഡലിപ്പൊടി ഉണ്ടായിരുന്നല്ലോ, അതും കൂട്ടിയിട്ടാണ് ബജ്ജി കഴിക്കുന്നത് കേട്ടോ. അതും കൂട്ടിയിട്ട് ബജ്ജി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇഡ്ഡലിപ്പൊടി ഇല്ലേ, നമ്മൾ ഇഡ്ഡലിക്ക് ദോശയ്ക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ പൊടിയും പിന്നെ വാഴയ്ക്ക ബജ്ജിയും കൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഈ ബജ്ജി ബോണ്ട. അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം വൈകുന്നേരം ആയപ്പോൾ അമ്മ 2 മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാങ്ങ അമ്മ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഉപ്പും മുളകും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കണം തോന്നി. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഞാൻ കടയിലിരിക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി എടുത്തിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ചെറുതായി മുക്കി കൊടുത്തു. അപ്പം എന്നാൽ പിന്നെ കഴിക്കുകയും കൂടി ചെയ്യാമല്ലോ, അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടി എടുക്കാമോ പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. മാങ്ങ പുളിപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. പേരയ്ക്ക മാങ്ങ എന്നൊക്കെ പറയില്ലേ, പുളിപ്പില്ലാത്തത്, അധികം പുളിപ്പില്ലാത്തത്. അപ്പം അത് ഉപ്പും മുളകും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അതൊക്കെ കഴിച്ചു. പിന്നെ ഇതിപ്പോൾ വൈകുന്നേരത്തെയാണ് കേട്ടോ. വൈകുന്നേരം ഒന്ന് രാവിലെ അധികം ഒന്നും വെക്കാത്തതുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയില്ലേ, അതുകൊണ്ട് രാവിലെ ഉപ്പേരി മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതപ്പോൾ വൈകുന്നേരം പരിപ്പ് കറി വയ്ക്കാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് സിമ്പിളായിട്ടൊരു പരിപ്പ് കറി. പിന്നെ കോളിഫ്ലവർ ഉണ്ടായിരുന്നു. പിന്നെ അതും